എത്ര ഡയറ്റ് നോക്കിയിട്ടും വ്യായാമം ചെയ്തിട്ടും കുറയാത്ത ശരീരഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാം പാടെ ഒഴിവാക്കി പട്ടിണി കിടന്നിട്ടും അവസാനം നിരാശ മാത്രമാണോ നിങ്ങളുടെ ഫലം? പെട്ടെന്ന് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പല കുറുക്കുവഴികളും നിങ്ങൾ ഇതിനോടകം പരീക്ഷിച്ചിട്ടുണ്ടാകും. എന്നാൽ അവയെല്ലാം നിർത്തുമ്പോൾ പഴയതിനേക്കാൾ വേഗത്തിൽ ഭാരം കൂടുന്ന അവസ്ഥ നിങ്ങൾക്കുമുണ്ടായിട്ടുണ്ടോ? ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതം മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരീരത്തിന് ദോഷമേ ചെയ്യൂ. ഇവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി. ആയുർവേദമെന്നത് വെറുമൊരു രോഗശാന്തിക്കുള്ള ചികിത്സാരീതിയല്ല, അതൊരു സമ്പൂർണ്ണ ജീവിതചര്യയാണ്. ശരീരഭാരം കുറയ്ക്കാൻ ആയുർവേദം ഒരിക്കലും പട്ടിണി കിടക്കാൻ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയയെ കൃത്യമാക്കാനും അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പുറന്തള്ളാനുമാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളാണുള്ളത്. ഇതിൽ കഫദോഷം വർദ്ധിക്കുമ്പോഴാണ് ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുകയും ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നത്. കഫത്തെ നിയന്ത്രിക്കുകയും ദഹനഗ്നിയെ ഉത്തേജിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. ശരീരത്തിലെ ദഹനഗ്നി മന്ദഗതിയിലാകുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിക്കാതെ വരികയും അത് ആമമായി, അതായത് ശരീരത്തിന് ദോഷകരമായ വിഷാംശങ്ങളും കൊഴുപ്പുമായി മാറുകയും ചെയ്യുന്നു. അതിനാൽ ആയുർവേദ വിധിപ്രകാരം ഭാരം കുറയ്ക്കുക എന്നാൽ പ്രധാനമായും ഈ ദഹനഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുക എന്നതാണ്. ഇത് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത വളരെ സുരക്ഷിതമായ ഒരു മാർഗമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ആയുർവേദ വിധിപ്രകാരം ശരീരഭാരം കുറയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ദിനചര്യകളിൽ മാറ്റം വരുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിരാവിലെ ഉണരുക എന്നത്. സൂര്യോദയത്തിന് മുൻപുള്ള സമയത്തെ ബ്രാഹ്മമുഹൂർത്തം എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ഉണരുന്നത് ശരീരത്തിലെ വാതദോഷത്തെ സന്തുലിതമാക്കാനും ശരീരത്തിന് നവോന്മേഷം നൽകാനും സഹായിക്കും. രാവിലെ എഴുന്നേറ്റയുടൻ പല്ല് തേച്ചതിനു ശേഷം നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നാവ് വടിക്കുന്നത്. രാത്രിയിൽ നമ്മുടെ ദഹനപ്രക്രിയയുടെ ഭാഗമായി ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങൾ നാവിൽ വെളുത്ത നിറത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഇത് നീക്കം ചെയ്യാതിരുന്നാൽ അത് വീണ്ടും ശരീരത്തിലേക്ക് തന്നെ പോകുകയും ദഹനഗ്നിയെ കെടുത്തുകയും ചെയ്യും. അതിനാൽ രാവിലെ എഴുന്നേറ്റയുടൻ നാവ് വൃത്തിയാക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ വളരെ അത്യാവശ്യമാണ്. ഇതിനുശേഷം ചെയ്യേണ്ടത് ചൂടുവെള്ളം കുടിക്കുക എന്നതാണ്. ആയുർവേദത്തിൽ ഉഷ്ണജലപാനം അഥവാ ചൂടുവെള്ളം കുടിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ദഹനഗ്നിയെ കെടുത്തുകയും കഫം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ രാവിലെ വെറും വയറ്റിൽ 1-2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും മലബന്ധം അകറ്റാനും മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീരും ശുദ്ധമായ തേനും ചേർക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആയുർവേദ വിധിപ്രകാരം ഒരിക്കലും തിളച്ച വെള്ളത്തിൽ തേൻ ചേർക്കാൻ പാടില്ല. തേൻ ചൂടാകുമ്പോൾ അത് ശരീരത്തിൽ വിഷമായി മാറുമെന്നാണ് ആയുർവേദം പറയുന്നത്. അതിനാൽ വെള്ളം തിളപ്പിച്ചതിനു ശേഷം അത് ഇളം ചൂടാകുമ്പോൾ മാത്രമേ തേൻ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ വ്യാജത്തേൻ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ, എപ്പോൾ കഴിക്കുന്നു എന്നതിനാണ് ആയുർവേദം പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ദഹനഗ്നി സൂര്യനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഉച്ചസമയത്താണ് നമ്മുടെ ദഹനഗ്നിയും ഏറ്റവും ശക്തമായിരിക്കുന്നത്. അതിനാൽ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയതുമായ ഭക്ഷണം ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും ഇടയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും ശരീരം അത് എളുപ്പത്തിൽ ദഹിപ്പിക്കും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം നമ്മുടെ ദഹനഗ്നിയും ദുർബലമാകുന്നു. അതിനാൽ രാത്രിയിലെ ഭക്ഷണം എപ്പോഴും വളരെ ലഘുവായതായിരിക്കണം. സൂപ്പുകളോ വേവിച്ച പച്ചക്കറികളോ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളോ ആണ് രാത്രി കഴിക്കേണ്ടത്. മാത്രമല്ല, രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുൻപെങ്കിലും കഴിച്ചിരിക്കണം. കഴിച്ചയുടനെ പോയി ഉറങ്ങുന്നത് കൊഴുപ്പടിഞ്ഞുകൂടാൻ കാരണമാകും. സൂര്യാസ്തമയത്തിനു മുൻപ് രാത്രി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭക്ഷണത്തിന്റെ രുചികളെക്കുറിച്ചും ആയുർവേദം വ്യക്തമായി പറയുന്നുണ്ട്. മധുരം, പുളി, ഉപ്പ് എന്നീ രുചികൾ കഫം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കൂട്ടുകയും ചെയ്യും. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രുചികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. പകരം എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ രുചികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തണം. ഈ രുചികൾ കഫത്തെ കുറയ്ക്കാനും കൊഴുപ്പ് എളുപ്പത്തിൽ കത്തിച്ചുകളയാനും സഹായിക്കും. പാവയ്ക്ക, പടവലങ്ങ, ഇലക്കറികൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം. പഞ്ചസാര ശരീരത്തിൽ പെട്ടെന്ന് കൊഴുപ്പായി മാറുന്ന ഒന്നാണ്.
മധുരം നിർബന്ധമുള്ളവർക്ക് വളരെ ചെറിയ അളവിൽ ശർക്കരയോ തേനോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അടുക്കളയിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച ഔഷധങ്ങളാണ്. ഇഞ്ചി, കുരുമുളക്, പിപ്പലി എന്നിവ ചേർന്ന ത്രികടുചൂർണം ആയുർവേദത്തിൽ ദഹനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഔഷധമാണ്. നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ജീരകം, കറുവപ്പട്ട, ഉലുവ എന്നിവ ധാരാളമായി ഉൾപ്പെടുത്തുക. ഇതെല്ലാം ശരീരത്തിലെ താപനില വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് അലിയിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യും. ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം ദിവസം മുഴുവൻ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും അല്പം തേനും ചേർത്ത് കുടിക്കുന്നതും ഫലപ്രദമാണ്. ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കുന്നതും ഉലുവ ചവച്ചരച്ച് കഴിക്കുന്നതും പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന ആയുർവേദ മാർഗമാണ് ഉപവാസം അഥവാ ലംഘനം. എന്നാൽ ആഴ്ചകളോളം പട്ടിണി കിടക്കുന്ന രീതിയല്ല ഇത്. ആഴ്ചയിൽ ഒരു ദിവസം ലഘുവായ ഉപവാസം എടുക്കുന്നത് ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകാനും അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കും. ഈ ദിവസങ്ങളിൽ ചൂടുവെള്ളം, നാരങ്ങാവെള്ളം, പച്ചക്കറി സൂപ്പുകൾ എന്നിവ മാത്രം കഴിച്ച് ഉപവസിക്കാം. ഇത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും കൂടുതൽ ഉന്മേഷം നൽകുകയും ചെയ്യും. പകലുറക്കം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ആയുർവേദ പ്രകാരം പകലുറങ്ങുന്നത് ശരീരത്തിൽ കഫം വർദ്ധിപ്പിക്കുകയും മെറ്റബോളിസം മന്ദഗതിയിലാക്കുകയും ചെയ്യും. അതിനാൽ എത്ര ക്ഷീണം തോന്നിയാലും പകൽ സമയം ഉറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. രാത്രിയിൽ കൃത്യമായി 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രി ഉറക്കമൊഴിയുന്നതും ആരോഗ്യത്തിന് നല്ലതല്ല. കൃത്യസമയത്തുള്ള ഉറക്കവും ഉണരലും ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ശാരീരിക അധ്വാനമില്ലാത്തതാണ് ഇന്ന് പലരിലും അമിതവണ്ണത്തിന് കാരണം. അതിനാൽ വ്യായാമം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. ആയുർവേദത്തിൽ വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പകുതി ശക്തി ഉപയോഗിച്ച് മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അമിതമായി വ്യായാമം ചെയ്ത് ശരീരത്തെ തളർത്തുന്നത് വാതദോഷം വർദ്ധിപ്പിക്കാൻ കാരണമാകും. നെറ്റിയിലും കക്ഷത്തിലും വിയർപ്പ് വരുന്നതാണ് ഇതിന്റെ ശരിയായ അളവ്. യോഗ, സൂര്യനമസ്കാരം, വേഗത്തിലുള്ള നടത്തം എന്നിവയെല്ലാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച വ്യായാമങ്ങളാണ്. പ്രത്യേകിച്ച് സൂര്യനമസ്കാരം ശരീരത്തിലെ എല്ലാ പേശികൾക്കും വ്യായാമം നൽകുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. കപാലഭാതി, നാഡിശുദ്ധി പോലുള്ള പ്രാണായാമങ്ങൾ ശീലിക്കുന്നത് ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. മാനസിക സമ്മർദ്ദവും ശരീരഭാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ സമ്മർദ്ദത്തിലാകുമ്പോൾ ശരീരം കൊഴുപ്പ് സൂക്ഷിച്ചുവെക്കാൻ പ്രവണത കാണിക്കുന്നു. മാത്രമല്ല, ടെൻഷൻ വരുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട്. അതിനാൽ മനസ്സിനെ ശാന്തമാക്കി നിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ധ്യാനം, പ്രാണായാമം, പ്രകൃതിയോടൊപ്പമുള്ള സമയം ചിലവഴിക്കൽ എന്നിവയിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ദഹനപ്രക്രിയയും ശരീരത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നടക്കും. ശരീരഭാരം കുറയ്ക്കാനും വയർ കുറയ്ക്കാനും സഹായിക്കുന്ന വളരെ മികച്ച ഒരു ആയുർവേദ ഔഷധമാണ് ത്രിഫലചൂർണം. നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നീ 3 ഫലങ്ങൾ ചേർന്നതാണ് ത്രിഫല. ഇത് ശരീരത്തിലെ ദോഷങ്ങളെ സന്തുലിതമാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കും. ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ടീസ്പൂൺ ത്രിഫലചൂർണം ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കൊഴുപ്പ് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. തുടർച്ചയായി കുറഞ്ഞത് 1 മാസമെങ്കിലും ഇതുപയോഗിച്ചാൽ ശരീരത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ശീലത്തെക്കുറിച്ചും ആയുർവേദം പറയുന്നുണ്ട്. ഭക്ഷണത്തിന് തൊട്ടുമുൻപ് വെള്ളം കുടിക്കുന്നത് ദഹനഗ്നിയെ കെടുത്തുകയും ശരീരഭാരം കുറയാൻ കാരണമാകുകയും ചെയ്യും. എന്നാൽ ഭക്ഷണത്തിനിടയിൽ അല്പം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കും. ഭക്ഷണം കഴിച്ചയുടനെ ധാരാളം തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതിനാൽ ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം മാത്രം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ, ബേക്കറി സാധനങ്ങൾ, പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. പ്രകൃതിദത്തമായ വീട്ടിൽ പാകം ചെയ്ത ചൂടുള്ള ഭക്ഷണങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുക. പഴയതോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഓരോ തവണയും ഭക്ഷണം പാകം ചെയ്ത് ചൂടോടെ കഴിക്കുന്നതാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അതുപോലെ പാലുൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ തൈര് കഴിക്കുന്നത് ശരീരത്തിൽ നീര് വരാനും കഫം വർദ്ധിക്കാനും കാരണമാകും. പകരം മോര് ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു മാജിക് ഇല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കുന്നതിനേക്കാൾ അത് ആരോഗ്യകരമായി കുറയ്ക്കുകയും പിന്നീട് കൂടാതെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. സ്ഥിരതയാണ് ഇവിടെ ഏറ്റവും ആവശ്യം.
ഏതാനും ദിവസങ്ങൾ മാത്രം ഈ കാര്യങ്ങൾ പിന്തുടർന്നിട്ട് ഫലമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കി പതുക്കെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ ശീലങ്ങൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുക മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ഊർജ്ജത്തെയും പ്രതിരോധശേഷിയെയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ആരോഗ്യമുള്ള ശരീരത്തിലേക്കും മനസ്സിലേക്കുമുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ ശീലങ്ങൾ നാളെ മുതലല്ല, ഇന്നു മുതൽ തന്നെ ആരംഭിക്കുക. തീരുമാനങ്ങൾ എടുക്കാൻ വൈകുംതോറും നമ്മുടെ ആരോഗ്യമാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി.